ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങ് കറിയാണ്. പൂരിയുടെ മാവ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചു. കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും കരിവേപ്പിലയും വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും മല്ലിയിലയും 2 വെളുത്തുള്ളിച്ചോള ചതച്ചതും പിന്നെ കടുക് കുറച്ച് പെരുംജീരകം അതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഉപ്പും മഞ്ഞളും അത് മാത്രമാണ് ഇതിനാവശ്യമായിട്ടുള്ള മസാല എന്ന് പറയുന്നത്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടി അതിലേക്ക് നമ്മൾ ചുമന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ആ പെരുംജീരകവും കൂടി ഇട്ട് കൊടുത്തു. ചുമന്ന മുളകും ഇട്ട് കൊടുത്തു. ഇപ്പോൾ സവാള പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ്. ഉപ്പിട്ട് കഴിഞ്ഞ് അത് നല്ലോണം വഴരണ്ട, മെല്ലെ പച്ചമണം മാറി വാടി വന്നാൽ മതി. അതിലേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഡ്രൈ ആയിട്ടുള്ളതല്ല, കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതാണ്, എന്നാൽ തിക്കായിരിക്കും ഗ്രേവി. അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പോൾ ആ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് പൂരി ഉണ്ടാക്കാൻ നോക്കാം. പൂരിയുടെ മാവ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആകുക മീൻസ് വെള്ളം വേണ്ട. പിന്നെ പൂരി ഞാൻ പരത്തുന്നത് വെളിച്ചെണ്ണ തൂവിയിട്ട് അതിൻ്റെ മുകളിൽ മാവ് വെച്ചിട്ടാണ് ഞാൻ പൂരി പരത്തുന്നത്. ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. 2 പേര് മാത്രം ഉള്ളതുകൊണ്ട് ഒരു 6 പൂരി കൂടുതൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത്രയും ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കൂടുതലുണ്ടാക്കി വെറുതെ വേസ്റ്റ് ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ മാവ് മുക്കിയാണ് പരത്തണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ എണ്ണ മുഴുവൻ കറുത്ത് പോകും, ഭയങ്കര പുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പൂരിക്കൊന്നും വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് വേഗം പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പൂരിയും കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്. കാലത്തെ ഇന്ന് പൂരിയും കിഴങ്ങ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇത് കഴിച്ച് നോക്കണം. ഉണ്ടാക്കിയിട്ട് ടേസ്റ്റാണ്. വലിയ മസാലയൊന്നുമില്ല, ഒരുപാട് മസാല രാവിലെ നല്ലതുമല്ല വയറിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇത് കാണണം, എന്നിട്ട് എനിക്ക് അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ചൂടാണ്, അത് കാരണം അത് കയ്യിൽ നിന്ന് എനിക്ക് താഴെ വയ്ക്കേണ്ടി വന്നു. വായിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, കാരണം നല്ല ചൂടാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.